ബംഗാളിൽ പശ്ചിമ ബംഗാളിൽ 2 വർഷമായി തൊഴിലുറപ്പ് പദ്ധതി നിർത്തിവച്ചിരിക്കുകയാണ്. അവിടെ തൊഴിലുറപ്പ് പദ്ധതി നിർത്താനുള്ള കാരണം വളരെ വ്യാപകമായ അഴിമതിയും തൊഴിലെടുക്കാതെ പണം വാങ്ങലും അതെല്ലാം കൃത്യമായി കേന്ദ്ര സർക്കാരിന് പിടിക്കാൻ കഴിയുകയും ചെയ്തു എന്നുള്ളത്. കാരണം ഫോട്ടോ എടുക്കലുണ്ട്, പിന്നെ തമ്പ് പരിപാടിയുണ്ട്, ഒരുപാട് പരിപാടികളുണ്ട്. അതെല്ലാം വെച്ചുകൊണ്ട് രാവിലെയും വൈകിട്ടും ഫോട്ടോയൊക്കെ എടുക്കണം. ഇതൊക്കെ വെച്ചപ്പോൾ ബംഗാളിലെ ആളുകൾ, പശ്ചിമ ബംഗാളിൽ മമതാ ബാനർജിയുടെ നേതൃത്വത്തിലുള്ള ഗവൺമെൻറ് ഇതൊന്നും പാലിക്കാൻ പോയില്ല. അവർ ഇത് ഒരു ഫ്രീ സർവീസാണെന്നുള്ള നിലയിൽ നിന്നു. അങ്ങനെ 2 വർഷമായി പശ്ചിമ ബംഗാളിൽ നിർത്തിവെച്ചിരിക്കുകയാണ്. അതിനെതിരെ സുപ്രീം കോടതിയിൽ ഒരു കേസ് പോയിട്ടുണ്ട് ബംഗാൾ ഗവൺമെൻറ്. അത് ഒരു ആർബിട്രേഷനെയൊക്കെ വച്ചിട്ട് അത് പരീക്ഷണത്തിലേക്ക് പോവുകയാണ്. പക്ഷേ അപ്പോഴും കേന്ദ്ര ഗവൺമെൻറ് ശക്തമായ ഡോക്യുമെൻറ്റുകളാണ്, കാര്യം എല്ലാം ഡിജിറ്റൽ ഡോക്യുമെൻറ്റുകളാണല്ലോ കിട്ടുന്നത്, ശക്തമായ ഡോക്യുമെൻറ്റുകളാണ് സുപ്രീം കോടതി കൊടുത്തിരിക്കുന്നത്. അതുകൊണ്ട് ആ കേസിൽ പശ്ചിമ ബംഗാൾ ചിലപ്പോൾ തോറ്റുപോകാൻ സാധ്യതയുണ്ട്. അങ്ങനെയാണെങ്കിൽ ലക്ഷക്കണക്കിന് ആളുകളുടെ തൊഴിലാണ് ഇല്ലാതാവുന്നത്. അത് 2-3 പ്രശ്നങ്ങളുണ്ട്. അവിടെ നിന്ന് എല്ലാ പാർട്ടികളും, തൃണമൂൽ കോൺഗ്രസ് ഒഴിച്ചിട്ടുള്ള എല്ലാ പാർട്ടികളുടെയും പരാതി ഉണ്ടായിരുന്നു. BJP-യുടെ, CPM-ൻ്റെ, കോൺഗ്രസിൻ്റെ എല്ലാവരുടെയും പരാതി ഉണ്ടായിരുന്നു. ഇതിനെതിരെ വ്യാപകമായ പരാതി ഓംബുഡ്സ്മാനിലും സോഷ്യൽ ഓഡിറ്റിലും അതുപോലെ ഗവൺമെൻറ്റിലും കോടതിയിലൊക്കെ വ്യാപകമായ പരാതി വന്നു. എല്ലാ പാർട്ടികളും പരാതിപ്പെട്ടു. തൃണമൂൽ കോൺഗ്രസ് ഒഴിച്ചിട്ടുള്ള എല്ലാ പാർട്ടികളും പരാതിപ്പെട്ടു. അതിൽ CPM-ഉം ഉണ്ട്. കാരണം കേരളത്തിൽ ചെയ്യുമ്പോൾ CPM-കാരോട് കേൾക്കേണ്ടതാണ്. അവിടുത്തെ CPM-കാരും ഉണ്ട്. ഒരാളിനും അവർ ജോലി കൊടുക്കത്തില്ല. തൃണമൂൽ കോൺഗ്രസ്സിലുള്ള ആളുകൾക്ക് കൊടുക്കും, അവർ ജോലി ചെയ്യത്തുമില്ല. അപ്പോൾ അത് വളരെ കൃത്യമായി പിടിച്ചു. അത് നടപടികളിലേക്ക് പോകുന്നു. ഞാനിത് സൂചിപ്പിച്ചത് കേരളത്തെക്കുറിച്ചും ചില ആക്ഷേപങ്ങളുണ്ട്. അടുത്തത് കേരളമാകാതിരിക്കണം. കാരണം ഇതിപ്പോൾ സ്വാഭാവികമായും BJP ഒരു കേന്ദ്ര ഗവൺമെൻറ് ഭരിക്കുന്നു, ഇവിടെ ഭരിക്കുന്ന CPM ആണ്. അപ്പോൾ അവിടെ നിന്ന് വരുന്ന ഉദ്യോഗസ്ഥർ കുറച്ചുകൂടെ കീനായിട്ട് ചിലപ്പോൾ കാര്യങ്ങൾ നോക്കിയെന്നിരിക്കും. ചിലപ്പോൾ സ്വന്തം പാർട്ടി ആണെങ്കിൽ ചിലപ്പോൾ അങ്ങനെ നോക്കണമെന്നില്ല. കാരണം ഇപ്പോൾ നമ്മൾ തേവലക്കര സ്കൂളിൽ കണ്ടല്ലോ, തേവലക്കര സ്കൂള് മാനേജ്മെൻറ്റ് CPM-ൻ്റെയാണ്. അപ്പോൾ സ്വാഭാവികമായിട്ട് പഞ്ചായത്തുകാരായാലും അല്ലെങ്കിൽ ഇലക്ട്രിക്കൽ വിങ് ആയാലും അല്ലെങ്കിൽ മാനേജ്മെൻ്റ് ആയാലും അതുപോലെ തന്നെ ആരായാലും HM ആയാലും മാനേജ്മെൻറ്റിനോട് കാര്യങ്ങൾ പറയാൻ ഒരു പേടിക്കും. കാര്യം അവർ CPM-ൻ്റെ പ്രധാന നേതാക്കളാണ്. കഴിഞ്ഞ പ്രാവശ്യം ജില്ലാ പഞ്ചായത്ത് പ്രസിഡൻ്റായിരുന്നു അതിൻ്റെ മാനേജറായിട്ടിരുന്നത്. ഇപ്പം മറ്റൊരാൾ തുളസീധരൻ പിള്ളയാണ്. അപ്പോൾ അങ്ങനെ CPM-ൻ്റെ വളരെ പ്രധാനപ്പെട്ട ആളുകളാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടൊരു ഒരു ഒരു മടിപ്പുണ്ടാവും. അവരോട് പറഞ്ഞാൽ അവരെങ്ങനെ എടുക്കും, നമ്മളെ വഴക്ക് പറയും, അല്ലെങ്കിൽ നമുക്ക് ഭീഷണി വരുമെന്ന് വിചാരിച്ച് പറയില്ല. അതുകൊണ്ട് അതുപോലെയാണ് ഇപ്പോൾ കാര്യങ്ങൾ. നമ്മളിപ്പോൾ CPM ഭരിക്കുന്നു അല്ലെങ്കിൽ കോൺഗ്രസ് ഭരിക്കുന്നു എന്നുള്ളതല്ല, സ്വാഭാവികമായിട്ടും മറ്റൊരു ഗവൺമെൻറ്റാണ്. അപ്പോൾ അവിടെ നിന്ന് വരുന്ന ഉദ്യോഗസ്ഥർ കുറച്ചുകൂടി കാര്യങ്ങൾ സീരിയസ് ആയിട്ട് നോക്കാൻ സാധ്യതയുണ്ട്. അങ്ങനെയൊക്കെ വരുമ്പോൾ അത് നമുക്ക് വലിയ അപകടം വരും. ഇവിടെ ചുങ്കത്തുറ പഞ്ചായത്തിലും അതുപോലെ തന്നെ പല പഞ്ചായത്തുകളിലും അവർ പെരുങ്കടവിള ബ്ലോക്കിലെ പഞ്ചായത്തുകളിലൊക്കെ അവർ പോയി. കേന്ദ്രത്തിൽ നിന്ന് വന്നിട്ടുള്ള ഉദ്യോഗസ്ഥ സംഘമാണ് പോകുന്നത്, രാഷ്ട്രീയ ലീഡർഷിപ്പ് അല്ല. ഉദ്യോഗസ്ഥ സംഘം പോയി അവർ പല അഴിമതികളും തിരിമറികളും കണ്ടുപിടിച്ചു. അതിൻ്റെ ബേസിലാണ് സംസ്ഥാനത്താകെ ഉള്ള പല സ്ഥലങ്ങളിലേക്കും അവർ പോയി. അവിടെ എല്ലാം കുഴപ്പങ്ങൾ പലതും കണ്ടുപിടിച്ചതിൻ്റെ ഭാഗമായിട്ടാണ് അവർ ഓഡിറ്റ് ചെയ്യാൻ ഉള്ള കത്ത് കൊടുത്തത്. അപ്പോഴാണ് ഒരുപാട് കാര്യങ്ങൾ ഇങ്ങനെ സമൂഹത്തിൽ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ഇത് മിഷൻ മാത്രം വിചാരിച്ചാൽ തീരുന്നൊരു വിഷയമല്ല. എഞ്ചിനീയറിംഗ് സംവിധാനമോ മിഷനോ ഉദ്യോഗസ്ഥർ മാത്രം വിചാരിച്ചുകൊണ്ട് തീരുന്നൊരു സംവിധാനമല്ല. ജനങ്ങൾ കൂടി ഇതിനകത്ത്, തൊഴിലാളികളും മേറ്റും ഇതിനകത്ത് കൃത്യമായി പണിയെടുത്തേ കഴിയൂ. വളരെ കൃത്യമായി നിങ്ങൾ ജോലി ചെയ്യുക. നിങ്ങൾ പഴയതുപോലെ ലാൻഡ് ഡെവലപ്മെൻറ്റ് ആക്ടിവിറ്റി എന്നൊക്കെ പറഞ്ഞ് ചെത്തിപ്പറിച്ച് പുല്ല് പറിച്ച് എന്തെങ്കിലുമൊക്കെ രാവിലെ പോയി ഒപ്പിട്ടെന്നും ഒപ്പിട്ടില്ലെന്നും മസ്റ്റർ റോളിൽ പേര് വരുത്തിയെന്നും വരുത്തിയില്ല എന്നൊക്കെ പറഞ്ഞ് വൈകുന്നേരം പോയി, അല്ലെങ്കിൽ രാവിലെ പോയിട്ട് വൈകുന്നേരം വീട്ടിൽ പോകാൻ, പിന്നെ തിരിച്ച് വൈകുന്നേരം അതെല്ലാം കഴിഞ്ഞു. ആ കാലമെല്ലാം കഴിഞ്ഞു. കൃത്യമായി അസറ്റുകൾ ഉണ്ടാവണം, ജോലി കാരണം ഇത് ഒരുപാട് വർഷമായല്ലോ. തുടക്ക വർഷങ്ങളിൽ അങ്ങനെയൊക്കെ വരും, പക്ഷെ വർഷം ഇപ്പോൾ ഒരുപാടായല്ലോ. അതുകൊണ്ട് വളരെ കൃത്യമായ കർശനമായ നിയന്ത്രണങ്ങളിലേക്ക് അല്ലെങ്കിൽ നിരീക്ഷണങ്ങളിലേക്ക് മാനേജ്മെൻറ്റിലേക്ക് ഈ പദ്ധതി മാറിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ നല്ല നല്ല നിയമങ്ങൾ ചിലപ്പോൾ പുതിയതായിട്ട് വന്നെന്നിരിക്കും. അപ്പോൾ ഇതൊക്കെ വരുമ്പോൾ തീർച്ചയായിട്ടും തൊഴിലുറപ്പിൻ്റെ തൊഴിലാളികളും അതിനനുസരിച്ച് ഉയരേണ്ടതുണ്ട്. മേറ്റുമാർ പല സ്ഥലങ്ങളിലും ഒരു മേറ്റ് ലീവ് എടുത്ത് പോയാൽ 20 ദിവസം 25 ദിവസം ജോലിയില്ല. ഞാൻ ഒരു പഞ്ചായത്തിൽ നിന്ന് വിളിച്ചൊരു തൊഴിലുറപ്പുകാർ പറഞ്ഞത് അവിടെ മേറ്റിൻ്റെ ആരോ മരിച്ചുപോയി, വേണ്ടപ്പെട്ട ആരോ മരിച്ചപ്പോൾ 10 ദിവസമായിട്ട് 16 കഴിയാതെ അവർ വരത്തില്ല. അപ്പോൾ 16 ദിവസം ജോലിയില്ല. വേറെ മേറ്റ് വെച്ചിട്ട് ജോലി ചെയ്യണമെന്നേ. അപ്പോൾ മേറ്റുമാർ ഒരാൾ പോയാൽ മറ്റൊരാളിനെ എടുക്കണം, അല്ലെങ്കിൽ പകരം 2 പേരെയൊക്കെ വെക്കണം, സബ്സ്റ്റിറ്റ്യൂട്ടൊക്കെ വെക്കണം. ഒരാളിന് പനിയായിട്ട് കിടന്നുപോയാൽ മറ്റൊരാളിന് ജോലി ചെയ്യണ്ടേ. അപ്പോൾ അതുകൊണ്ട് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഒന്ന് പ്ലാൻ ചെയ്യാൻ തൊഴിലുറപ്പിൻ്റെ താഴത്തെ ടീമിന് കഴിയണം. അത് പ്ലാൻ ചെയ്യിക്കുവാൻ അതിൻ്റെ മുകളിലോട്ടുള്ള മിഷൻ ടീമിനും കഴിയണം. അപ്പോൾ തീർച്ചയായിട്ടും തൊഴിലുറപ്പ് കേരളത്തിൽ നിന്ന് പോകാതിരിക്കട്ടെ. ബംഗാളിൽ ഇത് സംഭവിച്ചത് കേരളത്തിൽ വരാതിരിക്കട്ടെ. സ്വാഭാവികമായിട്ട് ഒരിക്കൽ നമ്മൾ ട്രാപ്പിൽ ചെന്ന് പെട്ടുപോയാൽ പിന്നെ കേസായി വഴക്കായി അത് ഊരിയെടുക്കുക എളുപ്പമല്ല. ചുമ്മാ നമുക്ക് സമരം ചെയ്യാം. ഇപ്പോൾ പാർട്ടികളെ സംബന്ധിച്ചിടത്തോളം, CPM-നെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ എന്തെങ്കിലുമൊക്കെ കുഴപ്പങ്ങൾ കണ്ടുപിടിച്ചതിന് ശേഷം ഇതിനെന്തെങ്കിലും ഒരു മൊറട്ടോറിയമോ അല്ലെങ്കിൽ തൽക്കാലത്തേക്ക് ഒരു നിർത്തിവെക്കലോ വന്നാൽ ഇവിടെ സമരം ചെയ്യും നമ്മൾ. ചുമ്മാ ഗവർണർ ഓഫീസിലും
AG's ഓഫീസിലും പോയി സമരം ചെയ്തുകൊണ്ട് പാവപ്പെട്ട തൊഴിലാളികൾക്ക് ശമ്പളമൊന്നും കിട്ടത്തില്ല. അങ്ങനെ സമരം ചെയ്തിട്ട് കാര്യമില്ല. അതുകൊണ്ട് നമ്മൾ ഇപ്പോഴേ പിടിക്കുക. ബംഗാൾ കഴിഞ്ഞാൽ അടുത്ത കേരളമാകാതിരിക്കട്ടെ. നമ്മുടെ സംവിധാനം ആകെ ഒന്ന് ഉടച്ചു വാർക്കണം. അതിന് മിഷൻ ഡയറക്ടർ മുതൽ തൊഴിലാളികൾ വരെയുള്ള തൊഴിലുറപ്പ് തൊഴിലാളികൾ വരെയുള്ളവർ പുതിയ ഹോംവർക്കിലേക്ക് പോകണം. ഈ പരമ്പരാഗത രീതി കൊണ്ട് തൊഴിലുറപ്പിന് ആയുസ് കുറയും. അതുകൊണ്ട് തീർച്ചയായും പുതിയ രീതിയിലേക്ക് കാര്യങ്ങൾ മാറുന്നു. അതിനനുസരിച്ച് ഉയർന്നാൽ നമുക്കും തൊഴിലുറപ്പ് എല്ലാ കാലവും കൊണ്ടുപോകാൻ പറ്റും. അല്ലെങ്കിൽ അതിൻ്റേതായ ബുദ്ധിമുട്ടുകൾ വരും. എന്നെ പല ആളുകളും വിളിച്ചിട്ട് പറയുന്നു അവർ വിധവകളാണ്, മക്കൾ ദൂരെയാണ്, ചിലർക്ക് മക്കൾ മരിച്ചവരുണ്ട്, സ്വന്തമായി വീടില്ലാത്തവരുണ്ട്. അവരുടെ എല്ലാം അത്താണിയാണ്, ആശ്രയമാണ് തൊഴിലുറപ്പ്. അപ്പോൾ അങ്ങനെയുള്ള ഒരുപാട് സ്ത്രീകളുടെയും അമ്മമാരുടെയും സഹോദരിമാരുടെയും അത്താണിയും ആശ്രയമായിട്ടുള്ള തൊഴിലുറപ്പിനെ കേവലം കുറേ ഉദ്യോഗസ്ഥന്മാരുടെയോ കുറച്ച് ആളുകളുടെയോ അല്ലെങ്കിൽ കുറച്ച് പേരുടെയോ, എല്ലാവരുമല്ല, കുറച്ച് പേരുടെ കൃത്രിമം കൊണ്ട് ഈ വലിയൊരു പ്രസ്ഥാനം നിൽക്കാതിരിക്കട്ടെ. അതിനുള്ള ശ്രമം ജോലി ചെയ്യാത്തവരെ ചൂണ്ടിക്കാണിച്ച് മാറ്റാൻ, അതുപോലെ ഏതെങ്കിലും അഴിമതി ഉണ്ടെങ്കിൽ അതിനെ ചൂണ്ടിക്കാണിച്ച് മാറ്റാൻ, തിരുത്തിക്കാൻ തൊഴിലുറപ്പിൻ്റെ തൊഴിലാളികൾക്കും എല്ലാവർക്കും കഴിയട്ടെ, പൊതുസമൂഹത്തിനും കഴിയട്ടെ. ഈ പദ്ധതി മനോഹരമായി മുന്നോട്ട് പോകട്ടെ.